ഇത് കണ്ടോ ഇത്ര വെള്ളവും ഇത്രേ ഉള്ളു കാര്യം. ഒരു മനോഹരമായിട്ടുള്ള കാഴ്ചയായിരിക്കും ഇത്. പറയാം. അപ്പോൾ ഈ വള്ളത്തെ കയറുന്ന എത്ര പേരുണ്ടെന്ന് പറഞ്ഞാൽ അവരുടെ ബാലൻസ് ആ വള്ളത്തെ നിൽക്കുന്ന ആളുടെ ഇതെന്ന് പറഞ്ഞാൽ 1850 ഏക്കറാണ്. കോട്ടയം ജില്ലയുടെ ഏറ്റവും പടി ലാസ്റ്റ് കഴിക്കാം നമുക്ക്. ഇതിന് തണ്ടോ? പിന്നെ അതിനകത്ത് വരുന്ന കഴിക്കാം. ഇതിന്റെ അകത്തൊരു അരിയുണ്ട്. ആ അരി കഴിക്കാം നമുക്ക്. റിയൽ ട്രാവലോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നുള്ളത് കോട്ടയം ജില്ലയിലെ ഇല്ലിക്കൽ മലരിക്കൽ ആമ്പൽ പാടത്തിലാണ്. ദേ കാണാം, എന്താ കാഴ്ച! ഒരു മനോഹരമായിട്ടുള്ള കാഴ്ചയായിരിക്കും ഇത്. ആദ്യ നോട്ടത്തിൽ തന്നെ നമുക്ക് തോന്നുന്നുണ്ട് കേട്ടോ. എനിക്ക് കഴിഞ്ഞ വർഷവും വന്നിരുന്നു. നിങ്ങൾ ഒരുപാട് വീഡിയോകൾ മലരിക്കലിനെ പറ്റി കണ്ടിട്ടുണ്ടായിരിക്കും. കഴിഞ്ഞ പ്രാവശ്യത്തെക്കാട്ടും എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ വന്നിരുന്നു. ഇപ്പം നോക്കുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെക്കാട്ടും കുറച്ച് കുറവുണ്ടോ എന്ന് തോന്നുന്നു. പക്ഷേ അത് ആ ഭാഗത്തൊക്കെ വളരെ രസകരമായിട്ട് തോന്നാറുണ്ട്. നല്ല ഒരു കാഴ്ചയാണ്. നമുക്ക് ഏതായാലും മലരിക്കലെ കാഴ്ചയിലേക്ക് പോകാം. അപ്പം ചേട്ടൻ നമ്മൾ ഇപ്പം എല്ലാ ദിവസവും ചേട്ടൻ ഇവിടെ വരാറുണ്ടല്ലേ? എല്ലാ ദിവസവും നമ്മൾ ഇങ്ങനെ ആൾക്കാരെ കൊണ്ടുപോകാനും ഒക്കെ വരും. കേരളത്തിന് വിവിധ ഭാഗത്തു നിന്ന് ആൾക്കാർ വരും അല്ലേ? അതെ. ഒത്തിരി ആൾക്കാർ വരും. അവർക്കെല്ലാം ഇത് കാണുമ്പോൾ അവരുടെ ഒക്കെ ഒരു എക്സ്പ്രഷൻ തന്നെ കേട്ടാ. അവർക്ക് നമ്മളിത് എന്നും കാണുന്നതുകൊണ്ട് നമുക്ക് അതിനോട് വലിയ ഗ്രാഹ്യമൊന്നുമില്ല. പക്ഷെ വെളിയിൽ വരുന്നവർക്ക് വരുന്നവർക്ക് ആദ്യം കേറാൻ ഒരു മടി പോലെ കാണിക്കും. എന്നുവെച്ചാൽ ഈ വെള്ളത്തിൽ കിടക്കുന്നതുകൊണ്ട് ഞങ്ങളും കേറിയപ്പോ വള്ളം വരെ. അപ്പൊ ഈ വള്ളത്തെ കയറുന്ന എത്ര പേരുണ്ടെന്ന് പറഞ്ഞാൽ അവരുടെ ബാലൻസ് ആ വള്ളത്തെ നിൽക്കുന്ന ആളുടെ കയ്യിലാണ്. അപ്പൊ തിരിയോ മറിയോ ചെയ്യുമ്പോൾ അവരോട് പറഞ്ഞിട്ട് തിരിയുമ്പോൾ കുഴപ്പമില്ല. പിന്നെ വരുന്നവർക്കെന്ന് പറഞ്ഞാൽ അവർ നല്ലതുപോലെ എൻജോയ് ചെയ്തിട്ടാണ് കൊണ്ടുപോകുന്നത്. അവർക്ക് പൂ പറിക്കണമെന്നുണ്ടെങ്കിൽ ഇത് നിൽക്കുന്നത് ഈ ഒരു പൂവെന്ന് പറയുന്നത് ഇത് തന്നെയാണ് പിറ്റേ ദിവസവും വിരിയുന്നത്. അല്ലാതെ പിറ്റേ ദിവസം വേറെ അല്ല, ഇത് തന്നെ വിരിയുന്നത്. ഇത് അല്ല വേറെ ഒന്നുമില്ല. ഇത് ഒരു മാസത്തോളം ഇങ്ങനെ തന്നെ ഇത് വിരിയുകയും ചെയ്യും. ഇതൊരു വൈകിട്ട് ഒരു 8 മണിയാകുമ്പോൾ ഇത് വിരിയും. പകലൊരു 10 മണിയാകുമ്പോൾ ഇത് അടഞ്ഞു. 10 മണിയാകുമ്പോഴത്തേനാണ്. പിന്നെ അതുപോലെ തന്നെ പിറ്റേ ദിവസം അതുപോലെ തന്നെ അങ്ങനെയാണ്. അപ്പൊ നമ്മൾ ഇവർ വരുന്ന ഗസ്റ്റിനൊക്കെ പറിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് മാറി കൂടി നിൽക്കുന്ന അല്ലാതെ അങ്ങോട്ട് മാറി ഒഴിവായി നിൽക്കുന്നത് പറിച്ച് അവർക്ക് കൊടുക്കുമ്പോൾ ഇതിനകത്ത് കറയുണ്ട്. എത്ര മണി വരെ ആൾക്കാർ ഇവിടെ നിന്ന് 5 മണിയാകുമ്പോഴേ തന്നെ ഇവിടെ ആളുകൾ വരും. സൂര്യാസ്തമയൊക്കെ ഇവിടെ കാണാൻ പറ്റും. സൺസെറ്റ് ഇവിടെ കാണാൻ പറ്റും. അതുകൂടെ കാണുമ്പോൾ ഭയങ്കര. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്ന് പറഞ്ഞാൽ 1850 ഏക്കറാണ്. കോട്ടയം ജില്ലയുടെ ഏറ്റവും പടി ലാസ്റ്റ് മേഖലയാണ്. ഇതിൻ്റെ അക്കരെ എന്ന് പറഞ്ഞാൽ ഇതാണ് ആലപ്പുഴ ഡിസ്ട്രിക്റ്റാണ്. കോട്ടയം ഡിസ്ട്രിക്റ്റിൻ്റെ അവസാനത്തെ സ്ഥലമാണ്. അതായത് 400 ചില്ലുവാൻ ആളുകളുടെ കൃഷിപ്പാടമാണ്, നെൽകൃഷി ചെയ്യുന്ന സ്ഥലമാണ്. ഇപ്പൊ ഇതാരാ ഈ കൃഷി ഇത് ഇപ്പം ചെയ്യുന്ന ആരാ? ഇപ്പൊ ഇത് ചെയ്യുന്നതല്ല, ഇത് വർഷാവർഷം ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇതിന്റെ അരി താഴെ വീഴും. സ്വയം ഉണ്ടായിരുന്നത്. ഇപ്പൊ മോട്ടോർ വെച്ചിരിക്കുക. ഓണം കഴിയുമ്പോൾ ചിങ്ങമാസമാകുമ്പോൾ ഇത് ഓടിക്കും. ഓണം കഴിഞ്ഞിട്ട് 2 ആഴ്ച കഴിയുമ്പോൾ ഇത് ഓടിക്കാൻ തുടങ്ങും. ഓടി ഈ വെള്ളം അങ്ങ് പറ്റി കഴിയുമ്പോൾ ട്രാക്ടറോ ടില്ലറോ ഇട്ട് ഇത് മൊത്തം അടിച്ചും കളയും. ഞാൻ അല്ലല്ല വിത്തല്ല. ഇതിന്റെ ഈ പൂവ് തന്നെ വിരിഞ്ഞിട്ട് അത് താഴോട്ട് കിടന്നു പോയി കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് അരി ഉണ്ടാകുന്നത്. കറുത്ത അരി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കടുക് പോലെ ഇരിക്കും. അപ്പൊ അത് സംശയം കൊണ്ട് ഒരു പൂ അടിച്ച് നിങ്ങൾ അഴിച്ചു നോക്കിയോ. അതിനകത്ത് അഴിച്ചു നോക്കിയാൽ അറിയാം. ഇതിനകത്തല്ല ഈ സാധനം കണ്ടോ, ഇത് കണ്ടോ, ഇതിനകത്തിരിപ്പുണ്ട് അരി. ആ അരിയാണ് വീഴുന്നത്. ഇത് തന്നെയാ വീഴുന്നത്. ഈ സാധനമൊക്കെ ആൾക്കാർ പറിച്ചോണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ ചെവിട് നമ്മൾ തൽക്കാലം പറിച്ചോണ്ട് പോയ വെള്ളത്തിനകത്ത് വെച്ചാൽ കിളുക്കും. പിന്നെ ഇതിന്റെ നമ്മുടെ ഈ ചേനയും കാച്ചിലും പോലെ ഒരു ശകലം കിടന്നാൽ മതി, അത് ചേന പൂട്ടി വളരും. അങ്ങനെയുണ്ട്. അപ്പൊ അതാണ് അതിന്റെ കേസ്. അല്ലാതെ ഇത് വർഷാവർഷം ഇവിടെ കേൾപ്പിക്കുന്നതല്ല. ഒത്തിരി വെള്ളമുണ്ടോ? ഇവിടെ 400 ചില്ലുവാനും വെള്ളത്തോളം ഉണ്ട്. പല സ്ഥലങ്ങളിലായിട്ട് കിടക്കുന്നതുകൊണ്ട് അറിയാനൊക്കത്തില്ല. എല്ലാവർക്കും ഓട്ടം ഉണ്ട്. ന്യായമായിട്ട് വലിയ കുഴപ്പമില്ല, ഓടുന്നുണ്ട്. ഒരാൾ കയറുന്നതിന് 100 രൂപ. ഒരാൾ കയറുന്നതിന് 100 രൂപയാണ്. ഒരു 3/4 മണിക്കൂർ സഞ്ചരിക്കാൻ. 3/4 മണിക്കൂർ കൊടുക്കണം. പക്ഷെ എല്ലാരും അങ്ങനെ നമുക്ക് അതിനകത്ത് ആരോടും ഒന്നും പറയാൻ പറ്റത്തില്ല. ഞാൻ ഇപ്പൊ തന്നെ ഒരു 3 പെൺപിള്ളേർ അവർ കൊണ്ടു കയറി ഇവിടെ വന്ന് എല്ലാം കറങ്ങി അടിച്ചു. അവരുടെ ഇഷ്ടത്തിന് ഞാൻ കൊണ്ട് നടക്കുക, ഫോട്ടോ എടുക്കും. വള്ളത്തെ അവർക്ക് ഒട്ടും പരിചയം തന്നെ. ഈ വള്ളം ഊന്നുന്നത്, വള്ളം തുഴ കിടക്കുന്നുണ്ടോ, ഈ തുഴ കൊണ്ട് ഇങ്ങനെ തുഴയുന്നൊക്കെ കാണിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ടോ
തുഴയുന്ന കാണിച്ചു കൊടുത്ത് അവരെ ഈ വെള്ളത്തിനകത്തോടെ എടുപ്പിച്ച് അവർ ഇറങ്ങി കഴിഞ്ഞപ്പോൾ എത്രയാന്ന് അതിന് പറയാം ഇത് സന്തോഷമായിട്ട് ഇരുന്നോടുന്നു. അങ്ങനെയുള്ള ആളുകളുണ്ട്. അങ്ങനെയല്ല അത് പിടിക്കുന്നത്. ഒരു കൈ ഇവിടെ പിടി, ഇവിടെ ഇങ്ങനെ, അങ്ങനല്ല ഇത് ഇങ്ങനെ ഇങ്ങനെ പിടിക്കണം. അതാണ് അതിന്റെ ബാലൻസ്. ഇതാണ് മമ്മൂട്ടിയൊക്കെ പാടിക്കൊണ്ടല്ലേ. മമ്മൂട്ടി കൂടെ കൊമരത്ത് സ്ഥലമുണ്ടല്ലോ. മമ്മൂട്ടി ഇത് ഇവിടുത്തെ ഒരുപാട് ആളുകളുണ്ട്. രാവിലെ തന്നെ ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട്. ഏകദേശം എനിക്ക് തോന്നുന്നു ഞങ്ങൾ നിൽക്കുമ്പോൾ തന്നെ ഒരു 10-400 വണ്ടി കിടപ്പുണ്ട്. രാവിലെ തന്നെ ഒരുപാട് കേരളത്തിന്റെ വിവിധ ഭാഗത്തു നിന്ന് ആൾക്കാർ ഇത് കാണുവാൻ വേണ്ടി, ഒരുപാട് ആൾക്കാർ വീഡിയോ എടുക്കാൻ വേണ്ടി, ഇപ്പം വെഡ്ഡിങ് വീഡിയോസ് എടുക്കാൻ വേണ്ടി ഒരുപാട് ആളുകളുണ്ട്. പിന്നെ പ്രായമായവർ, കുഞ്ഞുങ്ങൾ, എല്ലാ ഏജിലുമുള്ള ആളുകൾ ഉണ്ട്. ഈ ചേട്ടൻ പറഞ്ഞ അനുസരിച്ച് ഒരു 400ഓളം വള്ളങ്ങളുണ്ട്, ബോട്ടുകളുണ്ടെന്ന് പറയുന്നത്. അപ്പം 400ഓളം ബോട്ടുകൾ, 400 പേർക്കും ഓട്ടം ഉണ്ടെന്ന്. അപ്പോൾ അത്രയധികം ആളുകൾ ഇവിടെ വരുന്നുണ്ടെന്നാണ്. പിന്നെ ഇവർ പ്രത്യേകം പറഞ്ഞൊരു കാര്യം, ഇതുപോലെ പറിക്കരുത്. നമ്മൾ ആദ്യം ഒരെണ്ണം പറിച്ച് അതിന് ശേഷമാണ് ചേട്ടൻ പറഞ്ഞത് ഇത് തന്നെയാണ് നാളെയും വിരിയുന്നതെന്നാണ് ചേട്ടൻ പറഞ്ഞത്. അപ്പം നമ്മളിത് പറിച്ചുകൊണ്ട് പോയാൽ ഇവിടെ 30 രൂപയ്ക്ക് ആളുകൾ കെട്ട് ബണ്ടിൽ വിൽക്കുന്നുണ്ട്. അപ്പം അത് മേടിക്കുന്നതായിരിക്കും ഒരു നല്ല കാര്യം. കാരണം അത് അവർ കൃത്യമായിട്ട് പറിച്ചെടുക്കുന്നതാണ്. അത് ഇതിൻ്റെ ഭംഗി കളയാതെ പറിച്ചെടുക്കുന്നതാണ്. അതുകൊണ്ട് അത് മേടിച്ചുകൊണ്ട് പോകും. നമ്മൾ വന്നതിൻ്റെ ഒരു സിമ്പിളായിട്ടാണല്ലോ നമ്മൾ ഇത് പറിച്ചുകൊണ്ട് പോകുന്നത്. അപ്പം ഇവിടുന്ന് അത് മേടിച്ചുകൊണ്ട് പോകാൻ പറ്റും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കും. പിന്നെ പേയാൻ പാർക്ക് ഇവിടെ ഉണ്ട്. ഒത്തിരി സ്ഥലങ്ങളുണ്ട്. ഇവിടെ ഇതിൻ്റെ അടുത്ത് വരെ വണ്ടി വരും. ഒരുപാട് സ്ഥലങ്ങളിൽ, ഇപ്പോൾ ഒരുപാട് വീടുകളിലും ഒക്കെ ഇങ്ങനെ ആളുകൾ പേയാൻ പാർക്ക് സ്ഥലം കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ വണ്ടി കയറ്റി ഇടുക. കാരണം ഇത് ഒരു ടൂറിസ്റ്റ് മേഖല പോലെ, ഒരു എല്ലാവർക്കും ഒരു വരുമാന മാർഗം പോലെ ആണ് അത്. ഇവിടുത്തെ ആളുകൾ ഇപ്പം ചേട്ടൻ പറഞ്ഞ അനുസരിച്ച് വെള്ളം കയറി കഴിയുമ്പോഴത്തേന് അങ്ങനെ ഒരു തൊഴിലിനോ മറ്റു കാര്യങ്ങൾക്കോ ഒന്നും പോകാൻ ഉള്ള ഇതുണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ ഒരു വരുമാന മാർഗമാണിത്. അതുകൊണ്ട് അത് കൃത്യമായിട്ട് നമ്മൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുക. അങ്ങനെ അത് ആസ്വദിക്കുക. അതിൻ്റെ ഭംഗി കളയാതെ അതിൻ്റെ എല്ലാ മാന്യതകളും കീപ്പ് ചെയ്ത്. ഇപ്പം വന്നപ്പം ചേട്ടൻ പറഞ്ഞത് വിദേശികൾ വന്നിട്ട് ആരും ഇത് പറിച്ചിട്ടില്ല, നമ്മളിതെല്ലാം പറിച്ചുകൊണ്ട് പോകുന്നൊരു ഇതുണ്ട് നമ്മുടെ. ഞങ്ങളപ്പോൾ നോക്കിയപ്പോൾ ചേട്ടൻ പറഞ്ഞപ്പോഴാണ് നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിച്ചത്. എന്താ വെച്ചാൽ അവരുടെ കയ്യിൽ ഇങ്ങനെ പൂവില്ല, പക്ഷെ ബാക്കിയുള്ള എല്ലാ ബോട്ടയിലും മിനിമം പൂവുള്ള നമ്മുടെ ഇതിലാണ്, നമ്മുടെ കയ്യിലാന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് നമ്മൾ പറിച്ചിട്ടുള്ളൂ. അത് നമ്മൾ പറിച്ചതിന് ശേഷമാണ് ഇങ്ങനെ പറഞ്ഞത്. അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇതൊരു നല്ല ദൃശ്യ ഭംഗിയാണ്. ഇത് നിൽക്കുമ്പോഴാണല്ലോ അതിൻ്റെ ഒരു ഭംഗി. അത് ആസ്വദിക്കാനാണല്ലോ നമ്മളെല്ലാവരും വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളത് ആ രീതിയിൽ തന്നെ, അതിൻ്റെ മാന്യത തന്നെ ആസ്വദിക്കാൻ കഴിയട്ടെ. ഞങ്ങളിപ്പം വന്ന ഒരു 7-7:30 ആയപ്പോൾ വന്നതാണ്. അപ്പോൾ തന്നെ ഒരു മഴക്കാളൊക്കെ ഉണ്ടായിരുന്നു. നല്ല ഒരു നൊസ്റ്റാൾജിയൊക്കെ തുളുമ്പുന്നൊരു കാര്യം. ഈ വള്ളം തുഴഞ്ഞ് അതിൻ്റെ ഇരുന്ന് വള്ളത്തിൻ്റെ ആട്ടമൊക്കെ ചെറിയ പേടിയുണ്ടെങ്കിലും അതിങ്ങനെ ആസ്വദിക്കുന്നത് ഒരു നല്ല അനുഭവം തന്നെ. അതുകൊണ്ട് കൃത്യമായിട്ട് എല്ലാവരും ഈ മലരിക്കൽ എന്ന് പറയുന്നത് നമ്മുടെ ഈ കോട്ടയം ജില്ലയിലുള്ള ഈ ആമ്പൽപ്പാടം ആസ്വദിക്കണം. അത് നിങ്ങൾക്ക് നല്ലൊരു അനുഭവമാണ്. എന്നാ വെച്ചാൽ എല്ലാവർക്കും സ്വന്തപ്പെട്ട വള്ളമല്ല ഇത്. ഇതെല്ലാം വാടകയായിരിക്കും. ഇവിടെ ഉള്ള ആളുകൾക്ക് ഇതൊരു വരുമാനം സീസണിൽ ഒരു വരുമാനം. കാരണം ഇതൊരു കൃഷി കഴിഞ്ഞാൽ വെള്ളം കയറി കിടന്നു കഴിഞ്ഞാൽ പിന്നെ അധികം ആർക്കും ജോലിയില്ല. പിന്നെ ഈ മീൻപിടുത്തം മാത്രമാണ്. പിന്നെ ഈ പുറത്ത് കമ്പിപ്പണി അതും ഇതും മേക്കാട് പണിക്കൊക്കെ പോകുന്നവരുണ്ട്. എന്നാ നല്ല എക്സ്പീരിയൻസ് ആണ്. എന്തോ നല്ല എക്സ്പീരിയൻസ് ആണ്. ഇതൊക്കെ വന്ന് കാണണമെന്ന് ഞാൻ പറഞ്ഞത്. ഇത് വന്ന് കാണണം എല്ലാവരും. നമ്മൾ വേറെ ഒന്നുമില്ല, നമ്മൾ ഒന്ന് തന്നെ എന്തോ ഉച്ച കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നല്ല കാറ്റാണ്, നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. എന്നാന്ന് വെച്ചാൽ നമുക്കൊരു മഴക്കാറുള്ളതും കൊണ്ട് കാരണം ആൾക്കാർ പൊടി അടിക്കുന്നല്ല, നല്ല ഒന്നാം തരം കാറ്റാണ്. നമ്മൾ വരുമ്പോൾ തന്നെ ഒരു 100-200 വണ്ടി കിടപ്പുണ്ട് എനിക്ക് തോന്നുന്നു. അപ്പുറത്തെ എല്ലാ വള്ളക്കാരും മറ്റേന്ന് പറഞ്ഞാൽ നമ്മളെ ടൗണിലൊക്കെ താമസിക്കുന്ന പൊടി അടിച്ച കാറ്റ്. ഇതാ നേരെ അത്ര ലോങ് വരുന്ന കാറ്റാണ്. ഒരു 2 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഇരുന്ന് തന്നെ മയങ്ങി പോകും. വെള്ളത്തെ കയറി നമുക്കൊന്നും വേറെ അങ്ങോട്ട് പോകണമെന്നൊക്കെ മയങ്ങി പോയല്ലേ, ആളെ കൊണ്ടുവന്നിട്ട് മയങ്ങി പോയാ ഇല്ല. നമ്മളില്ല, വരുന്നവർ പറയും തിരിച്ചു വേണ്ട കട ഇരിക്കാന്ന് പറയും. അപ്പൊ നമുക്ക് അതിനകത്ത് സന്തോഷക്കുറവൊന്നുമില്ല. നമ്മൾ അവരെ ഇരുത്തുക. കാരണം വെച്ചാൽ നമുക്ക് അതിനകത്ത് പ്രശ്നമില്ല. 10 മിനിറ്റ് കൊണ്ട് ഇരിക്കുന്ന നമ്മൾ ഇരുത്തു കൊടുക്കും. പിന്നെ എല്ലാവരും അതുപോലെ ആകണമെന്ന് നിർബന്ധമൊന്നുമില്ല. പിന്നെ ഈ വള്ളം ഇങ്ങനെ ഊന്നുന്നവരെ കൊണ്ട് ഊന്നിക്കും, എഴുതിപ്പിച്ച് പിത്രി. നമ്മൾ പറയാം ഊന്നിക്കോളാൻ പറയും. നമ്മളിവിടെ ബാലൻസ് ചെയ്തിരിക്കും, അവർ ഊന്നും, ഫോട്ടോ എടുക്കും. അതൊക്കെ എടുത്തു കഴിയുമ്പോൾ അവർക്ക് വേണ്ടമാനം ഒരു ഇതാണ്, സന്തോഷമാണ്. പിന്നെ ആ അറ്റത്തോട്ടൊക്കെ പോകണം. ആ അറ്റത്തൊക്കെ ഇഷ്ടം പോലെ പൂവുണ്ട്. ലോങ് പോകണമെങ്കിലൊക്കെ ഭയങ്കര പൈസ റേറ്റാണ്. അതുകൊണ്ട് അങ്ങോട്ട് നോക്കിയോ, ചുമല കണ്ടോ, ആ ടവറിന്റെ അപ്പുറത്തോട്ട് നോക്കിയോ, ജസ്റ്റ് ചുമ്മാ ഒന്ന് എഴുന്നേറ്റ് നിന്ന് നോക്കിയോ. അപ്പുറത്തെ വശത്ത് ഒരു വേറൊരു ഇതുണ്ടെന്നാ പറയുന്നത്. ഇതുപോലെ തന്നെ
അവിടെ വരെ പോകണം, ഇവിടുന്ന് അങ്ങ് വരെ പോകണമെങ്കിൽ എന്നാണ് അത്രയും ഡീസൽ ഡീസൽ അതാണ്. അവിടെ വരെ പോകുന്നതിന് അത് 4 പേരുണ്ടെങ്കിലും ഒരാളുണ്ടെങ്കിലും 1500 രൂപ കൊടുക്കും. അതൊക്കെയാണ് ഓരോ സ്ഥലത്ത്. ഞാനിപ്പോൾ ഇങ്ങോട്ട് വിട്ടെന്ന് പറഞ്ഞാൽ ഇവിടെ കുറച്ച് താറാവ് കിടപ്പുണ്ട്, അതുകൂടെ എടുത്തിട്ട് പോവുകയാണെങ്കിൽ ഇവിടെ കുറെ താറാവുണ്ട്. താറാവിനൊക്കെ സുഖം അല്ലേ. നമ്മളിപ്പം പോകുമ്പോൾ ഇത് കാണുമ്പോൾ മനുഷ്യർക്ക് ഓർക്കുമല്ലോ ഇത് എത്രയൊക്കെ സാഹചര്യങ്ങൾ കൂടി ഉണ്ടെന്നുള്ള മനസ്സിലാകണ്ടേ. അതെ 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 ശരി. തന്നെയല്ല ഈ സൈഡിലെല്ലാം വീടുള്ള ഉണ്ട് കേട്ടോ, കുറെ ഉണ്ട്. അവിടെയുണ്ട്, ഇവിടെയൊക്കെ വീടുണ്ട്. എവിടെയൊക്കെ അതൊക്കെ വീടാ, താമസ വീടാ. അതൊക്കെ അവിടെ നടന്ന് വേണം വരാണ്ടവർ. അപ്പൊ ഇവരൊക്കെ പാടമുള്ളപ്പോ ഇങ്ങനെ ക്രോസ് ചെയ്യുമ്പോൾ ഈ വള്ളത്തെ വരും, അല്ലെങ്കിൽ അവർ നടന്നു വരണം. അതാണ് അതിന്റെ പ്രത്യേകത. ഇതുണ്ട്, ഇതൊക്കെ എടുത്തുകൊണ്ട് പോയി. ഇങ്ങനെ കണ്ടു കഴിയുമ്പോൾ അവർക്ക് ഒരു രസം പോലെ തോന്നുന്നു. അതെ അതെ ഇതുണ്ടോ. ഇവിടുത്തെ സൊസൈറ്റിയുടെ നിയമം, കാരണം അവരെ സുരക്ഷിതമായിട്ട് എവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകുന്നു അവിടെ കറക്റ്റായിട്ട് കൊണ്ടാക്കണമെന്നുള്ള അതാദ്യം കീപ്പ് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ഇവിടെ ആളുകൾ തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ മാന്യത. വളരെ മാന്യമായിട്ട് എല്ലാവരും അവരുമായിട്ട് കോപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ വെള്ളത്തിൽ ഇറങ്ങേണ്ടിയവർക്ക് ഇറങ്ങാനുള്ള സംവിധാനം ഇണക്കി തരും. ഇപ്പം ഇത് തന്നെ നോക്കിയത് ഇത്രയും വെള്ളമുള്ളൂ. ഇത് കണ്ടോ, ഇതാണ് ഇതിൻ്റെ പരിപാടി. ഇത് കണ്ടോ, ഇത്രയും വെള്ളമുള്ളൂ. നീ ആ തുഴയൊന്ന് കുത്തി നോക്കി, ഈ തുഴയെടുത്ത് താഴോട്ട് കുത്തി നോക്കി. നീ അതല്ല കാണണമെന്നുണ്ടെങ്കിൽ കാണിക്കാം. ഇത് കണ്ടോ, ഇത്രയും വെള്ളമുള്ളൂ. ഉണ്ടോ, ഇറങ്ങാൻ താല്പര്യമുള്ളവരെ ഇറക്കി നമ്മൾ കാണിക്കും. താല്പര്യമുള്ളവരല്ലാത്തവരെ ഇറക്കത്തില്ല, കാരണം അത് ശരിയാവുകയല്ലോ. അതെ 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 ശരി. അങ്ങോട്ട് മാറിയിട്ട് നമുക്ക് ഇറങ്ങി നോക്കാം. അപ്പം ഞാൻ ഇറങ്ങിയതിന് ശേഷം വിശ്വാസം ഉണ്ടോ ഇറങ്ങുക, അല്ലേ ഇറങ്ങരുതെന്ന് പറയും. കാരണം എന്താ വെച്ചാൽ നമുക്കിത് കയറ്റിക്കൊണ്ട് പോകാൻ പാടാ. പിന്നെ ഇച്ചിരി നനയും എൻജോയ് ചെയ്യാൻ വന്നാണെങ്കിൽ നിങ്ങൾ അതിനുള്ള ടൈം എടുത്തു, നമുക്കതിന് കുഴപ്പമൊന്നുമില്ല. നമ്മൾ അതിനുള്ള സാഹചര്യം ഇണക്കി തരും. അങ്ങനെ സന്തോഷമായിട്ട് ഇറക്കി വിടും, അത്രേ ഉള്ളൂ. ഇവിടെ ഇങ്ങോട്ട് വരുന്നവർ ശകലത്തെ വെള്ളക്കുറവാണ് വരുന്നത് ഇങ്ങോട്ടല്ലേ. അതുകൊണ്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ഇറക്കാറുള്ളത്. ഇതുണ്ട്, ഇവിടെ അവിടത്തേലും വെള്ളക്കുറവുണ്ട്. ഇവിടെ ഒന്ന് ഇറക്കൂ. കാല് നീട്ടി അങ്ങോട്ട് വെച്ചു. അത്രേ ഉള്ളു കാര്യം. ഇനി അവിടെ പോയത് ആ പൂവൊക്കെ ഇങ്ങനെ ഇങ്ങോട്ട് നോക്കി, ഇങ്ങനെ പിടിച്ചിട്ട് പറിക്കുന്ന രീതി നിന്നാൽ മതി. നല്ല ഇതായിരിക്കും അത്. ഇങ്ങോട്ട് തിരിഞ്ഞു, ഇങ്ങോട്ട് തിരിഞ്ഞു. ഇറങ്ങാം. അത്രയും വെള്ളമുള്ളൂ കേട്ടോ. കുറച്ച് ഇവിടെയൊക്കെ കുറച്ച് വെള്ളം എടുത്തൊന്ന് ഇറങ്ങി നോക്കും നല്ലത്. ഇല കണ്ടോ, നല്ല വട്ടത്തിൽ ഇങ്ങനെ പിടിക്കും. ഒരു അതിന്റെ വലിയ തണ്ടാണ്, കഴിക്കാം നമുക്ക്. ഇതിന്റെ തണ്ടോ? പിന്നെ അതിനകത്ത് വരുന്ന കഴിക്കാം. ഇതിന്റെ അകത്തൊരു അരിയുണ്ട്. ആ അരി കഴിക്കാം നമുക്ക്. നമ്മൾ പഴയ കാലത്തെ ഗ്യാസ് മിഠായി കഴിക്കുന്ന പോലെ അത് ഭയങ്കര ഗ്യാസാണ്. ഇങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഗ്യാസാണ്. ഇതോ? അതന്നെ, ആ വെള്ളം പോലെ കണ്ടോ, അത് കറുത്ത് കരിയിൽ പോലെ വരും, കടുക് പോലെ തന്നെ. കടുകിന്റെ അതേ വലുപ്പത്തിൽ കഴിച്ചു. ഒരു പ്രശ്നമില്ല, യാതൊരു ഒന്നുമില്ല. ഒന്ന് വലിച്ച് പയ്യെ നകത്തോടെ ഇങ്ങനെ വലിച്ച്. ഗ്യാസ് മിഠായി ഇതുപോലെ വരുന്നില്ല, ഗ്യാസില്ലേ. ഇത് കഴിക്കുന്ന അവിടെ ഞങ്ങളൊക്കെ നേരത്തെ കഴിക്കുമായിരുന്നു. അതിന്റെ വലിയ ഇത്രയും വലുപ്പമാവും, അത് ഈ വലുപ്പമാവും. അത് നമ്മൾ പൊട്ടിച്ചിട്ട് ഇമ്മ കഴിക്കുമോ അതിലിട്ടിട്ട്. ഞാൻ അവിടെ നോക്കിയായിരുന്നു, കണ്ടില്ല വലുത്. അല്ലേ കിട്ടി ഞാൻ പഴിപ്പിച്ചാനത്. ഇത്രയും വലുതാവും അത് ഇതിന്റെ അമ്പലിന്റെ. കല്യാണക്കാരൊക്കെ വീഡിയോ എടുക്കുന്നുണ്ട്. അതല്ല ഞാൻ പറഞ്ഞില്ലേ. കേറിക്കോ. അല്ല അറിഞ്ഞു പോലും ഇല്ല. അറിഞ്ഞു പോലും ഇല്ല. അതാണ് എൻ്റെ കേസ് കേട്ട്. ഇതിലേക്ക് പോവല്ലേ? അല്ല, 2-3 കൊണ്ട് എടുത്തോ. ഞാൻ അത് നിങ്ങൾ അങ്ങനെ നിരാശപ്പെടുത്തൊന്നുമില്ല. അപ്പം നമ്മുടെ കാറിലോ ബൈക്കിലോ ഒക്കെ ആണെങ്കിൽ അവിടെ പേ ആൻഡ് പാർക്കുണ്ട്. അവിടെ നിങ്ങൾക്ക് വണ്ടി ഇടാം. കാരണം ഇവിടുത്തെ തൊട്ട് അടുത്തുള്ള വീടുകളാണ് അവിടെ കയറ്റിയിട്ട് അവരുടെ ഒരു വരുമാന മാർഗം കൂടാണ്. പിന്നെ അല്ലാതെ കുറച്ചുകൂടെ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ റോഡ് സൈഡിലൊക്കെ ഇടാനായിട്ടുള്ള സൗകര്യങ്ങളുണ്ട്. കുറച്ച് മുന്നോട്ട് വരണമെന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ മലരിക്കലെ കാഴ്ചകളോട് ഏകദേശം വിട പറയുകയാണ്. നമുക്ക് വരുന്ന സമയത്ത് തന്നെ അവിടെ ഒരു പാടവും
അതും മലരിക്കൻ്റെ ഭാഗം തന്നെ ആണ്. അവിടെ പേ ആൻഡ് പാർക്കും കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യമേ വരുന്ന സ്ഥലത്ത് തന്നെ കാണാൻ പറ്റും. അപ്പോൾ തന്നെ അവിടെ ഇറങ്ങി ബോട്ടിംഗ് ഒന്ന് ചെയ്യാം, 100 രൂപയേ ഉള്ളൂ. അതിനുശേഷം മുന്നോട്ട് വന്നു കഴിയുമ്പോൾ തന്നെ അവിടെയും ഉണ്ട്. ഈ സീസണിൽ ഏറ്റവും കൂടുതൽ പൂക്കളുള്ളത് ഏറ്റവും അവസാനത്തെ പോയിന്റിലാണ്. അപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾ 100 രൂപയുള്ള ബോട്ട് എടുത്തു വരുവാണെങ്കിൽ അപ്പോൾ തന്നെ ഈ 3 സ്ഥലവും നിങ്ങൾ കാണുക, എൻജോയ് ചെയ്യുക. നല്ല അനുഭവമായിരിക്കും. അതുകൊണ്ട് മലരിക്കൽ നിങ്ങളെ ഒരിക്കലും സങ്കടപ്പെടുത്തില്ല. ഞങ്ങൾക്ക് ഭയങ്കര ഒരു കാഴ്ച അനുഭവമായിരുന്നു. നിങ്ങൾക്കും അതുപോലെ തന്നെ ആയിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം പുതിയൊരു വീഡിയോയിൽ കാണുന്നിടം വരെ ഗുഡ് ബൈ.